ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാന് വിളവെടുപ്പുമല്ല, നടലുമല്ല, പൂക്കളും ഒന്നുമല്ല കാണിക്കുന്നത്. ഇന്ന് ഞാന് എന്റെ കൃഷി വിളവെടുത്ത ഒന്നുകൊണ്ട് ഞാനൊരു വിഭവം ഉണ്ടാക്കുക. നോമ്പ് തുറക്കുള്ള ഒന്ന് കിടിലൻ സാധനം, കാബേജ് വട. കാബേജ് ഞാൻ നട്ടത് വിളവെടുത്ത് ഞാൻ അരിഞ്ഞ് അതുകൊണ്ടുണ്ടാക്കുന്ന വട ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മരുന്നില്ലാത്ത നല്ല ഫ്രഷായ കാബേജ് പറിച്ചുണ്ടാക്കാലോ, നമ്മളെ മുറ്റത്ത് നട്ടത് കൊണ്ട്. അപ്പൊ നോമ്പ് തുറക്കാൻ സൂപ്പറായിരിക്കും അത്. അപ്പൊ വരി, നമുക്ക് കാബേജ് ഫസ്റ്റിൽ കാബേജ് പറിക്കാലോ. ചീര വിളവെടുത്ത തന്നെ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഇത് വിളവെടുക്കുന്നില്ല. കണ്ടില്ലേ, ഇനി കാബേജാ വിളവെടുക്കുന്നത്. ആദ്യം അടിയിലെന്തുണ്ടോ നോക്കട്ടെ, കൈ പോകുമ്പോ. ഇതിനുള്ളിൽ എന്തെങ്കിലും ചുരുണ്ട് കൂടിയാൽ നമ്മൾ ഞാൻ നനയ്ക്കുന്നതാണല്ലോ. നല്ലൊരു കാബേജ്. നമുക്ക് ഇതൊക്കെ ഉപ്പേരി വെക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് ഉപ്പേരി വെക്കാം. ഇത് ഞാൻ വെക്കുന്നില്ല, ഞാൻ എൻ്റെ പച്ചക്കറിക്ക് വളാക്കി കൊടുക്കുക. എനിക്ക് വേറെ തന്നെ ഇഷ്ടം പോലെ കണ്ടില്ലേ. ഇപ്പൊ വിളവെടുത്ത കണ്ടല്ലോ, അത് ഇതിന്റെ പുറമുള്ള ലീഫ് മൊത്തം ഞാൻ മാറ്റി. ആ ലീഫ് എല്ലാവരും തോരയൊക്കെ ഉണ്ടാക്കൂ, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്താക്കുന്നറിയോ, അതന്നെ ഞാൻ ചെടിക്കാൻ ഇട്ടുകൊടുത്ത് വളായിക്കോട്ടെ എന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പലതും ഉണ്ട് പറിച്ച് തോര ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ വട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ വട ഉണ്ടാക്കുന്നത് ഇതും പിന്നെ വേറെ എന്തൊക്കെ കൂട്ടുന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. വരി, നമുക്ക് വട ഉണ്ടാക്കാലും. ഇതിന് വേണ്ട സാധനങ്ങൾ: കാബേജ് വടക്ക് കുറച്ച് കടലപ്പൊടി കാണിച്ചേ ഉള്ളൂ. കുറച്ച് കടലപ്പൊടി, മൈദപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, സവാള കുറച്ച് മതി, കൂടുതൽ കാബേജ്, മല്ലിച്ചപ്പ്, കറിവേപ്പില. എന്തിന് കറിവേപ്പില കുറെ ഇടണം കേട്ടോ, ആ സ്മെല്ലാണ് അതിന്റെ ടേസ്റ്റ് തന്നെ. അതുപോലെ തന്നെ ഇഞ്ചി, അതെല്ലാം ഇതിന് വേണ്ടതാ. അപ്പൊ എല്ലാം ഞാനൊന്ന് അരിഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് കാണിച്ചു തരാം. എല്ലാം അരിഞ്ഞു വെച്ചു കേട്ടോ. കാബേജ്, ഉള്ളി ഓപ്ഷണൽ ആട്ടോ, ചിലർ ഉള്ളി ഇടലില്ല, ഞാൻ കുറച്ച് ഉള്ളി ഇടുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, ഇഞ്ചി ചതക്കിയത്, പച്ചമുളക്, കറിവേപ്പില. പക്ഷെ ഇതിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളി അല്ലാത്തതൊക്കെ ഞാനിവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാട്ടോ. പിന്നെ കടലപ്പൊടി ഞാൻ കുറച്ച് 2 സ്പൂൺ എടുത്തു. ഇനി കൂടുതൽ ഇടുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോണ്ട, ആവശ്യത്തിന്. നോമ്പ് തുറക്കുമ്പോ കൂടിപ്പോയാലേ പ്രശ്നം. ഇപ്പൊ ഉപ്പ് നോക്കാനും കഴിയില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, മഞ്ഞൾപ്പൊടി കുറച്ചിടണം. ഇതെല്ലാം കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. ഞങ്ങളിവിടെ കുറച്ചു പേരായതുകൊണ്ടാണ് ഇത് കുറച്ചെടുത്തത്. കൂടുതലാളുള്ളവര് ആ തോതനുസരിച്ചെടുക്കണം. പച്ചവെള്ളത്തിൽ തന്നെയാട്ടോ കുഴക്കുന്നത്. ഉള്ളിവട ഉണ്ടാക്കുന്നത് അതന്നെയാ സംഭവം. അതിന് പകരം നമ്മള് കാബേജ് അരിയുന്നെന്ന് മാത്രം. അപ്പൊ കാബേജ് ഇവിടെ കുറെ വിളവെടുക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ആയാലും ചെലവായിക്കോളും. നമുക്കാണെങ്കിൽ നല്ലൊരു ടേസ്റ്റില് നോമ്പ് തുറക്കാം. എപ്പോ എടുത്ത് പറയാറുണ്ട്, ഇത് കീടനാശിനിയോ രാസവളോ ഒന്നും ചേർക്കാത്ത എന്റെ കരിയിലേക്ക് ഉള്ളത്. അധികം ലൂസായിക്കോണ്ട, പിന്നെ നമുക്ക് ഇടുമ്പോ പ്രയാസമാവും. നല്ല കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ചുടുമ്പോ കാണാം. ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടാവട്ടെ നല്ലോണം. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഇതാ റെഡിയാക്കി വെച്ചത്. എണ്ണ ചൂടായി, ഞാൻ കൈകൊണ്ട് തന്നെ ഇടുന്നത് കേട്ടോ. എനിക്ക് കൈകൊണ്ടില്ലാനാ ഇഷ്ടം.
നല്ല പരന്ന് കിട്ടും. റെഡി ആയിട്ട് കാണിച്ചു തരാം. ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. ആയതാ അവിടെ. അത് ഞാൻ കുറച്ചൊന്ന് ഇട്ട് നോക്കിയതായിരുന്നു. ഇത് കട്ടി കൂടാതെ ഉണ്ടാക്കിയാൽ കട്ടി ആയാൽ ഉള്ളങ്ങനെ മുരിഞ്ഞ പോലെ ഉണ്ടാവൂല. അപ്പൊ ഞാനിങ്ങനെ നൈസ് ഇങ്ങനെ ഉണ്ടാക്കിയ കൈ കൊണ്ട് കിട്ടാൻ അതങ്ങനെ ആവും. അപ്പൊ ഇതാണ് നമുക്ക് നോമ്പ് തുറക്കാനേ എരിവുള്ള കടി നല്ല ടേസ്റ്റാണ്. ഇതിന്റെ ടേസ്റ്റ് പറയണമെങ്കിൽ ഇപ്പൊ അത് നോമ്പ് തുറക്കണം. നോമ്പ് തുറന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഞാൻ പറയുള്ളൂ. ഈ കാബേജ് വടയിലിപ്പോ പുറത്തുനിന്ന് വാങ്ങിയതിപ്പം കടലപ്പൊടി, മൈദപ്പൊടി, പിന്നെ ഉള്ളിയും. ഉള്ളി ഞാൻ കൃഷി എടുത്തിട്ടുണ്ട്, അത് വിളവെടുക്കാനായിട്ടില്ല. ഇനി ഞാൻ ഇൻഷാല്ല വിധി ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളിയും വിളവെടുത്തിട്ട് കാണിച്ചു തരും. എന്ത് കൗതുകാന്നറിയാം. അതിങ്ങനെ കാണാൻ ഉള്ളി ഇങ്ങനെ നീളത്തിൽ ലീഫൊക്കെ ആയി കാണാൻ നല്ല രസമാണ്. ഉള്ളി ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്തത്. അപ്പൊ എല്ലാരും എന്തൊക്കെയോ കൃഷി ചെയ്ത് നോക്കി, എല്ലാം ഉള്ളിയോ അങ്ങനെ ഓരോന്ന്. കാബേജൊക്കെ ഇപ്പം കൃഷി ചെയ്ത് കൊണ്ടപ്പം ഞാൻ ഇതിന് മെനക്കെട്ടത്. നല്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുമ്പോൾ പറഞ്ഞു തരാം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാന്നുള്ളത്. ചുട്ടങ്ങ് റെഡിയാക്കി വെച്ചിരുന്നു. ഞങ്ങളവിടുത്തെ നോമ്പ് തുറന്റെ സ്പെഷ്യൽ സാധനമായത് കേട്ടോ. ഓട്ടത്തില് നാളെ ഞാൻ ഓട്ടത്തിൽ ചുടുന്ന് കാണിച്ചിരുന്നുണ്ട്. ഇന്ന് വീഡിയോ പിടിച്ചില്ല. ഹായ് കൂട്ടുകാരെ, നോമ്പ് തുറന്നു. ഇപ്പൊ ഞാൻ കഴിച്ചു നോക്കിട്ടോ. നല്ല സൂപ്പർ സാധനം, അടിപൊളിയാ. പിന്നെ എല്ലാവരും കാബേജ് കൊണ്ട് കാബേജ് ഇവിടെ ഒക്കെ ഉണ്ടാക്കി നോക്കിട്ടോ, അടിപൊളിയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.